പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ ജോലി പോയി. എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അത് പോയത്. എന്റെ ജാതകം കാരണം അദ്ദേഹം പെരുവഴിയിലായെന്നാ പറയുന്നത്. അതുകൊണ്ടാ വന്നത്. എവിടെ ആ ജാതകം ഒന്ന് നോക്കട്ടെ. നിന്റെ ഭർത്താവ് അവനെ അറിയാതെ പറഞ്ഞതാ. അറിയേണ്ടതാ പറഞ്ഞത്. നിന്റെ ജാതകത്തിൽ മാംഗല്യദോഷമുണ്ട്. കഴിഞ്ഞ ജന്മത്തില് നിന്റെ അച്ഛനോ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നീയോ തിരുമാംഗല്യത്തിൽ കള്ളത്തരം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ പിരിച്ചിരിക്കാം. ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം. ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാവം കാരണം ഈ ജന്മത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നത് പോലെ ഒരു വലിയ പാവം ചെയ്യാതെ നിങ്ങളുടെ ജാതകം മാറില്ല, നിങ്ങളുടെ ജീവിതവും മാറില്ല. വലിയൊരു തെറ്റെന്ന് വെച്ചാ നിന്നെ കൊണ്ട് കഴിയില്ല. ഈ ജന്മത്തെ ഇതാണ് നിന്റെ തലയെഴുത്ത്. ചെല്ല്. അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്റെ ജീവിതത്തിനെ ശിക്ഷിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. നിന്നെ കൊണ്ട് കഴിയില്ല. ആവശ്യമില്ലാതെ എന്റെ സമയം നശിപ്പിക്കരുത്. നീ ചെല്ല്. എന്തായാലും സാരമില്ല, ഞാൻ ചെയ്തോളാം. നിങ്ങൾ പറഞ്ഞോളൂ. നീ നിന്റെ ഭർത്താവല്ലാതെ വേറൊരു ആണിന്റെ കൂടെ ശരീര ബന്ധപ്പെടണം. അത്രയും വലിയ ശിക്ഷ നീ നിനക്ക് തന്നെ നൽകിയില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ജീവിതം മാറില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ചെയ്യാതെ വേറെ മാർഗമില്ല. ഇപ്പൊ നീ ഇവിടുന്ന് പോ.
സുന്ദരി സുന്ദരി, ഞാൻ വാക്കിംഗ് പോവാ, നീ വരുന്നുണ്ടോ? എന്താ ഡള്ളായിരിക്കുന്നേ? അദ്ദേഹത്തിന്റെ ജോലി പോയി. അയ്യോ, അതെന്താ അങ്ങനെ? എങ്ങനെയാന്നറിയില്ല. ദിവസവും കുടിക്കും. എന്താന്ന് ചോദിച്ചാൽ ദേഷ്യം പിടിക്കുക. എന്താ ചെയ്യേണ്ടെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ശ്രദ്ധിക്കണേ സുന്ദരി, അവൻ വളരെ സെൻസിറ്റീവാണ്. കല്യാണത്തിന് മുമ്പ് 2 തവണ അവൻ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്ത. ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റി. വാ സുന്ദരി. എന്തിനങ്ങനെ ചെയ്തെന്നറിയോ? ചോദിച്ചപ്പോ അവൻ ജോബ് ടെൻഷൻ, മണി ടെൻഷൻ എന്നൊക്കെയാ പറഞ്ഞത്. അതിൽ കൂടുതൽ ആണുങ്ങൾക്ക് എന്തുണ്ടാവാനാ? ആ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യും? പ്രശ്നം നോക്കുമ്പോ അതൊരു ചെറിയ കാര്യമായിരിക്കും, എന്നാ അവർക്കാണെങ്കിലോ അത് ആനക്കാര്യം. നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും എല്ലാം. നിങ്ങൾക്ക് ജാതകത്തില് വിശ്വാസമുണ്ടോ? ജീവിതത്തെ പേടിക്കുന്നവർ എല്ലാം വിശ്വസിക്കും, എന്നാ പേടിയില്ലാത്തവരോ ഒന്നും വിശ്വസിക്കില്ല. സാറേ, OLX ആഡ് ഇട്ടിരുന്നില്ലേ? സോഫ നോക്കാൻ വന്നതാണോ? അതെ. ഇതാണ്. സാർ, എല്ലാം നന്നായിട്ടുണ്ട്. ചെറിയൊരു റിക്വസ്റ്റ്. എന്താ? അത് 25K അല്ലേ ഇട്ടിരുന്നത്, 20ക്ക് തരാൻ പറ്റുമോ? നോക്ക് ബ്രദർ, അതിന്റെ വില 75K ആണ്. എന്റെ സിറ്റുവേഷൻ ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ പൊക്കോ. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാർ. ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. നാളെ കാലത്ത് ഞങ്ങളുടെ ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു സാർ. ശരി, പോയിട്ട് വാ. എന്തിനാ ഇതൊക്കെ വിൽക്കുന്ന? എന്ത് ചെയ്യണം നീ തന്നെ പറ. എനിക്കോ ആരുമില്ല, നിനക്കുണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. എന്ത് ചെയ്യും? കാശുണ്ടെങ്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ വിൽക്കണം, അത്രേ ഉള്ളൂ. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനേക്കാളും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ഇനിയും കുറച്ച് ദിവസം മുമ്പോട്ട് പോവാണെങ്കിൽ, അതോ ആ കഴുത്തിൽ നല്ലപോലെ മില്ലുന്ന കണ്ടില്ലേ താലി, അതുപോലും വെക്കേണ്ടി വരും. ഓ, എടുത്തോണ്ട് പോയോ? ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനമായിട്ടൊന്ന് കാണായിരുന്നു. അമ്മേ. അതെ, 2017 മോഡലാ. സിംഗിൾ ഹാൻഡ് യൂസ് ആണ്. പുതിയത് 10.2 lakhs ആണ്. പക്ഷെ 5 lakhs പോലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാടാ? അതിന് ചെറിയ റിപ്പയർ പോലും ഇല്ല. ശരി, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നല്ല റേറ്റ് കിട്ടുന്നുണ്ടോ നോക്ക്. ഓക്കേടാ, ഓക്കെ, ബൈ. ഒരു മിനിറ്റ്, നിങ്ങൾ കാറും വിൽക്കാൻ പോവാ? നിന്റെ അടുത്ത് വല്ല കാശും ഉണ്ടോ? ഇല്ല. എൻ്റെ അടുത്തും ഇല്ല. പിന്നെങ്ങനെയാ ജീവിക്കുന്നത്? ഒരു 4 ദിവസം കൂടെ വെയിറ്റ് ചെയ്യോ? ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കാം. നിന്റെ അച്ഛനോടോ? നിന്റെ വീട്ടിനകത്ത് ചോരുന്ന മഴ പോലും നിർത്താൻ പറ്റില്ല. എന്റെ കടം എങ്ങനെ വീട്ടാനാ? നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ? ഈ കഷ്ടപ്പാടൊക്കെ ഞാൻ സഹിക്കണം, വേറെ വഴിയില്ല. അങ്ങനെ സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കണം. ഹലോ അച്ഛാ. സുന്ദരി, പറയൂ മോളെ. അച്ഛാ, കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. എത്ര വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലല്ല മോളെ ഞാൻ. നീയോ അത് പറയണ്ട. എന്നാ വെക്കട്ടെ മോളെ. ഞാന് ഡിപ്രഷനിലുള്ളപ്പോ എനിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. നീ നിന്റെ ഭർത്താവല്ലാതെ വേറൊരു ആണിന്റെ കൂടെ ശരീരമായി ബന്ധപ്പെടണം.
അനാവശ്യമായി കല്യാണം കഴിച്ചു. ഹലോ മാം, ഗുഡ് മോർണിംഗ്. പറയൂ മാഡം. ഇത് എത്രയാ? ഇത് ഫുൾ സെറ്റ് മാം. ഹീൽസിനൊപ്പം ചേർത്ത് 4000 rupees ഓൺലി.